friends, welcome to Newton Craft. അപ്പോൾ നമ്മൾ ന്യൂട്ടൺ ക്രാഫ്റ്റിൽ നിങ്ങൾക്ക് വേണ്ടി അടുത്തതായി ഞങ്ങൾ ചെയ്ത് കാണിക്കുന്ന പിണ്ടിയാണിത്. നല്ല ഭംഗിയില്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇത് നമ്മൾ വളരെ ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അറിയാം ഇതൊരു കൊടയുടെ മോഡലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ പിണ്ടി ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വളരെ സിമ്പിളാണ്. നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു ചെറിയ പിണ്ടി മാത്രമേ നമുക്ക് യൂസ് ചെയ്യേണ്ടതുള്ളൂ. ഇത് എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ കുട്ടികളുടെയൊക്കെ ഒരു കുട്ടികൾ ഉപയോഗിക്കുന്ന കുടയുണ്ടല്ലോ, ആ കുട നമ്മൾ ഇതിനകത്തേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ മുകളിൽ നമ്മളൊരു വൈറ്റ് ചൈന പേപ്പർ ഉപയോഗിച്ച് കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ഈ പൂക്കൾ നമ്മൾ ഒട്ടിച്ച് കൊടുത്തിരിക്കുന്നത്. വൈറ്റും റെഡും കോമ്പിനേഷനിലാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. മുകളിൽ മാത്രം വൈറ്റ് ഫ്ലവറിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഷോ ഫ്ലവർ റെഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഉപയോഗിച്ചിരിക്കുന്നത് സാറ്റിൻ റിബൺ ആണ്. ഈ സാറ്റിൻ റിബൺ നമ്മൾ ഇവിടെ നിന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് താഴേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ അടിയിൽ പിണ്ടി ഇറക്കി വെക്കാനായിട്ട് ഒരു ചെറിയ വേസോ അല്ലെങ്കിൽ ഒരു ചെടിച്ചട്ടിയോ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതി. ഇതിൽ ഈ ഫ്ലവേഴ്സ് എല്ലാം ഉണ്ടാക്കാനായിട്ട് നമ്മൾ മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ചൈന പേപ്പർ തന്നെയാണ്. പക്ഷേ ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റെഡ് ഫ്ലവറിലെ ഏറ്റവും ടോപ്പ് ലെയർ വന്നിരിക്കുന്നത് ക്രേപ്പ് പേപ്പറാണ്. ബാക്കി അടിയിലെ ലെയേഴ്സൊക്കെ ചൈന പേപ്പറും. ഈ പിണ്ടി നമുക്കിവിടെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട് 65 ഫ്ലവേഴ്സാണ് നമുക്ക് വേണ്ടത്. ഇതിൽ 25 എണ്ണം റെഡ് കളറിലുള്ളതാണ്. ഈ നമ്മൾ എടുക്കുന്ന കൊടയുടെ സൈസ് അനുസരിച്ചും പിണ്ടിയുടെ ഹൈറ്റ് അനുസരിച്ചും ഒക്കെ ചെറിയ വ്യത്യാസങ്ങൾ വന്നേക്കാം. ബാക്കി ഈ ഒരു സൈസിലാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ടോട്ടൽ വേണ്ടത് 65, പിന്നെ ഇതിൽ റെഡ് വരുന്നത് 25. അംബ്രല്ല മോഡൽ പിണ്ടി ഡെക്കറേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒന്നുകൂടെ പറയാം. വളരെ വണ്ണം കുറഞ്ഞ ഒരു പിണ്ടി വേണം ഇതിനു വേണ്ടി സെലക്ട് ചെയ്തെടുക്കാൻ. ആ പിണ്ടി നമ്മൾ ഒരു ചെറിയ ചെടിച്ചട്ടിക്കുള്ളിലേക്ക് ഇറക്കി മണ്ണിട്ട് വെക്കണം. അതിനുശേഷം നമ്മൾ ആ ചെടിച്ചട്ടീനെ റെഡ് കളറുള്ള ചാർട്ട് പേപ്പർ ഉപയോഗിച്ചിട്ടാണ് കവർ ചെയ്ത് കൊടുക്കുന്നത്. അതിന് മുകളിൽ പിണ്ടീനെ നമ്മൾ കവർ ചെയ്തെടുക്കുന്നത് വൈറ്റ് കളറുള്ള ചൈന പേപ്പർ ഉപയോഗിച്ചിട്ടാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ സാറ്റിൻ്റെ റിബൺ ചുറ്റി കൊടുക്കുന്നുണ്ട്. ഈ സാറ്റിൻ്റെ റിബൺ എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം 1 ഇഞ്ച് വീതി വരുന്ന റിബണാണ്. ഇനി നമ്മൾ അതിൻ്റെ മുകളിലാണ് കുട്ടികളിലേക്ക് പഴയ കുടകൾ വല്ലതും വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അത് മതി. അതിൻ്റെ പിടി ഊരി മാറ്റിയിട്ട് ആ കമ്പിയാണ് പിണ്ടിയുടെ മുകളിൽ ഇറക്കി വെച്ച് കൊടുക്കുന്നത്. ആ അംബ്രല്ലയുടെ മുകളിൽ നമ്മൾ വൈറ്റ് കളറുള്ള ചൈന പേപ്പർ ഉപയോഗിച്ച് കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഫ്ലവേഴ്സ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ആ അംബ്രല്ലയുടെ ചുറ്റും നിന്ന് നമ്മൾ ഈ സാറ്റിൻ റിബൺ തന്നെ നമ്മൾ പോട്ടിലേക്ക് ഇറക്കി വെച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആ റിബൺ അംബ്രല്ലയുടെ മുകളിൽ സ്റ്റേപ്പിൾ ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കമ്പിയുടെ ഇടയിൽ കൂടെ ഒരു ചെറിയ ചരട് കടത്തി വിട്ടിട്ട് അതിൽ നിന്നും സ്റ്റാപ്പിൾ ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇനി അതിന് മുകളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഫ്ലവേഴ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പം നമ്മൾ റെഡ് കളറുള്ള ഫ്ലവറാണ് ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. അതേപോലെ തന്നെയാണ് വൈറ്റ് ഫ്ലവറും ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇപ്പോൾ ഇതിന് 7 ലെയറാണ്, 7 പീസ് ഓഫ് പേപ്പറാണ് നമ്മൾ ഈ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ടോപ്പിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ക്രേപ്പ് പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അതിനെ സിക്സാക്ട് മാനറിൽ മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. പേപ്പർ മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ സെൻറ്ററിൽ നൂൽക്കമ്പി ഉപയോഗിച്ച് കെട്ടിയെടുക്കണം. നമ്മൾ ഈ പേപ്പറിൻ്റെ നീളം വന്നിരിക്കുന്നത് 30 സെൻറ്റിമീറ്ററും വീതി 12 സെൻറ്റിമീറ്ററുമാണ്. 7 പേപ്പറുകളാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്കതിനെ ഓരോന്നായിട്ട് വിടർത്തിയെടുക്കാം.
ഫ്രോക്ക് മോഡൽ കാണിച്ചപ്പോൾ ഞാനൊരിക്കൽ പറഞ്ഞിരുന്നില്ലേ ജിഷ ചേച്ചീനെ കുറിച്ചിട്ട്. ജിഷ ചേച്ചിയുടെ ഒരു അമേസിങ് ഐഡിയ ആണിത്. അപ്പം നമുക്ക് എല്ലാവർക്കും ഈ പിണ്ടി ഡെക്കറേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും നന്ദി. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യണം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഇനി ഒപ്പം തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് ഞങ്ങൾക്ക് വളരെ ആഗ്രഹിക്കുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ.